പുകഞ്ഞ കൊള്ളി പുറത്ത്. ഇത് മൂന്നാം തവണയാണ് തരൂർ താക്കീത് ലംഘിച്ചിരിക്കുന്നത്. ഇനിയും ക്ഷമിക്കാനോ വെച്ചുപുറപ്പിക്കാനോ പറ്റില്ല. കാരണം മോദി അധികാരത്തിൽ കയറിയതിനു ശേഷം എല്ലാ അതിർവരമ്പുകളും സ്വന്തം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തരൂർ ലംഘിച്ചിരിക്കുന്നു. അതിൽ അവസാനത്തേതാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദി എടുത്ത നിലപാടിനെ പിന്തുണയ്ക്കുകയും പൊതുമധ്യത്തിൽ അതിനെ വിളിച്ചു പറഞ്ഞതും. തരൂർ അത് പറഞ്ഞ് നാവകത്തിടും മുൻപ് BJPയുടെ IT സെൽ മേധാവി അമിത മാളവിയും കേരളത്തിലെ അധ്യക്ഷൻ K സുരേന്ദ്രനുമൊക്കെ അതെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു. അടുത്ത വർഷം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ MP ആയി നിലകൊള്ളുന്ന തരൂർ ഇങ്ങനെ മോദിസ്തുതി പാടുമ്പോൾ ഇതേ തിരുവനന്തപുരം BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് എന്ന് തരൂർ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നിലപാടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിശ്വപൗരനെതിരെ എടുക്കേണ്ടുന്ന നിലപാട്. രാജ്യത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ അഭിമാനബോധത്തെക്കുറിച്ചും അവർ അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ചും അപ്പർ ക്ലാസ്സുകാരനായ തരൂരിന് അറിയില്ല. പകരം ഈ രാജ്യം വലിയൊരു പ്രഭാവലയത്തിലാണ്, അതിനൊരു നേതാവുണ്ട്, അത് മോദിയാണ് എന്ന് സ്തുതിപ്പാടാൻ മാത്രമേ തരൂരിനറിയൂ. അതുകൊണ്ടാണ് മോദിയും ട്രംപും നടത്തിയ ചർച്ച വിജയകരമെന്നും ഗുണകരമെന്നും പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതിനു ശേഷം മൂന്നാമതായി ട്രംപിനെ കാണാൻ പോയത് മോദിയാണ് എന്ന് തരൂർ ഊറ്റം കൊണ്ടതും അതേ അപ്പർ ക്ലാസ്കാരനായതുകൊണ്ടാണ്. അതുമാത്രമല്ല, രാമചന്ദ്ര ഗുഹ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ബുദ്ധിജീവികൾക്ക് ഫാസിസ്റ്റുകളോട്, ഏകാധിപതികളോട് വലിയ ആരാധനയാണ്. അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും അത് പ്രകടമായി തന്നെ കാണാനും സാധിക്കും. അതേ ലൈൻ തന്നെയാണ് ഇപ്പോൾ തരൂരിൻ്റേതും. അല്ലാതെ എന്തു ഗുണമാണ് ഇന്ത്യ എന്ന അഥവാ BJP ഭാരതമെന്ന് വിളിക്കുന്ന നമ്മുടെ രാജ്യത്തിന് മോദി അമേരിക്കയിൽ പോയതുകൊണ്ട് കിട്ടിയ നേട്ടം? പകരം വലിയൊരു കോട്ടമുണ്ടായി. കൈവിലങ്ങിട്ട നാടുകടത്തപ്പെട്ട മനുഷ്യർ പിന്നെയും കൈവിലങ്ങുമണിഞ്ഞ് മണിക്കൂറുകളോളം ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത സൈനിക വിമാനങ്ങളിൽ ജന്മരാജ്യത്തേക്ക് വന്നിറങ്ങേണ്ടി വന്നു. അമേരിക്കയ്ക്ക് യാതൊരു ഗുണവുമില്ല, ചിലവ് കൂടുതലാണ് എന്ന് പറഞ്ഞ് മോദിയുടെ സ്വന്തം സുഹൃത്തായ എലോൺ മസ്ക് പുച്ഛിച്ചു തള്ളിയ F-35 വിമാനങ്ങൾ ഇന്ത്യ വാങ്ങാമെന്നേറ്റു. എന്നാൽ മോദിയുടെ സംഘം അമേരിക്കയിലേക്ക് തിരിക്കുമ്പോൾ ഇത്തരമൊരു അജണ്ട ഉണ്ടായിരുന്നിട്ടേയില്ല. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയമോ ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയമോ ഇത്തരമൊരാവശ്യം പറഞ്ഞിട്ടുമില്ല എന്നിരിക്കെ മോദി എന്തിനാണ് ഇന്ത്യയുടെ ഖജനാവിൽ നിന്നും ഇത്രയും വലിയ തുക ചിലവഴിച്ച് ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങിയത് എന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്ക് അത് വിറ്റൊഴിവാക്കണം, അതുകൊണ്ട് വാങ്ങി എന്നതാണ് ഉത്തരം. എങ്കിലല്ലേ മോദിയുടെ സന്തത സഹചാരി അദാനിക്കെതിരെ അമേരിക്കയിൽ നിലനിൽക്കുന്ന കേസുകൾ തുറക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമല്ലേ അദാനിയുടെ രാജ്യാന്തര ബിസിനസ്സുകൾ വർദ്ധിക്കുകയുള്ളൂ. അതിനാണ് ഈ 140 കോടി ജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത കരാറുകളിൽ ഒപ്പിട്ട് മോദി അടുത്ത വിമാനത്തിൽ ഇന്ത്യയിലേക്ക് പറന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് കൈയടിച്ച തരൂരിന് താൻ നിലകൊള്ളുന്ന പാർട്ടി ഏതാണ്, അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണ് എന്നതറിയില്ല. കാരണം അയാളൊരു അടിസ്ഥാന വർഗക്കാരനോ അവരെ അടിത്തട്ടിൽ പോയി അറിഞ്ഞ പാഠവുമുള്ള ആളോ അല്ല. പകരം അപ്പർ ക്ലാസ്സുകാരനായി ബിസിനസ് ക്ലാസ്സിൽ മാത്രം സഞ്ചരിച്ച ഒരു ഡിപ്ലോമാറ്റ് മാത്രമാണ്. ആ തലയെ ഇന്ത്യക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് അദ്ദേഹത്തെ 2009 ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ പാർട്ടിക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച് ഈ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് കൈയടിച്ചൂറ്റം കൊള്ളുന്ന തരൂരിനെ ഇനി കോൺഗ്രസ് എന്ന വലിയ പാർട്ടി വിശ്വസിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. തരൂരിൻ്റെ ബുക്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കൂട്ടിച്ചേർത്ത ഒരു വരിയുണ്ട്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം മാത്രമല്ല, അതൊരു അവസരവാദ രാജ്യം കൂടിയാണ് എന്ന്. അതേ ലൈൻ സ്വീകരിച്ച് ഒരവസരവാദിയായി തരൂർ ഇപ്പോൾ മാറിയിരിക്കുകയാണ്.